ആരാണ് അടുത്ത 5 വർഷം കേരളം ഭരിക്കുക? ഈ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വിജയം നേടി. അതിൻ്റെ ആത്മവിശ്വാസം UDFിൻ്റെ നേതാക്കൾക്കുണ്ട്, അണികൾക്കുമുണ്ട്. സെമി ഫൈനലാണ് നടന്നത്, അവിടെ വിജയിച്ചിരിക്കുന്നു. ഇനി ഫൈനൽ, അവിടെയും ഞങ്ങൾ വിജയിക്കും. നേതാക്കളും അണികളും ഒറ്റക്കെട്ടായി പറയുന്നു. KC വേണുഗോപാൽ ഇന്ന് അക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തു. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം UDFിന് വേണ്ടി പണിയെടുത്തു തുടങ്ങിയിട്ടുണ്ട്, UDFിൻ്റെ ഘടകകക്ഷികളെ പോലെ. അതിൽ മലയാള മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളും ഉണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ചിലപ്പോഴൊക്കെ സത്യം വിളിച്ചു പറയേണ്ടി വരുന്നുണ്ട് മാധ്യമങ്ങൾക്ക്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇന്നത്തെ മലയാള മനോരമയിൽ എന്ന് വെച്ചാൽ 2026 ജനുവരി 20 മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത പക്ഷേ അധികം ആരും ശ്രദ്ധിക്കില്ല. തലക്കെട്ട് വായിച്ചാൽ അത് UDFിന് അനുകൂലമാണ് എന്ന് തോന്നും, LDFിന് എതിരാണ് എന്ന് തോന്നും. എന്നാൽ വായിച്ച് താഴോട്ട് പോകുമ്പോഴാണ് കാര്യം മനസ്സിലാകുക. അത് LDF അധികാരത്തിൽ വരും എന്ന് പറയുകയാണ് മലയാള മനോരമ ചെയ്യുന്നത്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: CPM പ്രചാരണ നായകൻ 2006 തനിയാവർത്തനം. CPM പ്രചാരണ നായകൻ 2006 തനിയാവർത്തനം എന്ന് പറയുന്ന വാർത്ത. അതിൽ 2006 VS-ഉം പിണറായിയും തമ്മിലുള്ള തർക്കം, VS-നെ പ്രചാരണ നായകനാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് CPM-നകത്തുണ്ടായ പ്രശ്നങ്ങൾ ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. അവസാനം പറയുന്നു അന്ന് മുഖ്യമന്ത്രിയായത് VS അച്യുതാനന്ദൻ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ നായകനായി CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ, കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിൽ LDFിൻ്റെ പ്രചാരണ നായകൻ അത് പിണറായി വിജയനായിരിക്കും എന്ന് വെച്ചാൽ 2006 സംഭവിച്ചതുപോലെ തന്നെയാണ് 2026 സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി പറയുകയാണ് മലയാള മനോരമ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, 2006 സംഭവിച്ചതുപോലെ തന്നെ 2026 സംഭവിക്കാൻ പോകുന്നത് പ്രചാരണ നായകൻ മുഖ്യമന്ത്രിയാകും എന്നാണ്. 2006 VS പ്രചാരണ നായകനായി മുഖ്യമന്ത്രിയായി, 2026 പ്രചാരണ നായകനാകുന്നു, അതിനുശേഷം മുഖ്യമന്ത്രിയാകുന്നു എന്ന് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്. 2006 VS-ന് ആദ്യം ടിക്കറ്റ് നിഷേധിച്ചു, പ്രതിഷേധം ശക്തമായപ്പോൾ മത്സരിപ്പിച്ചു. ഇതാണ് വാർത്തയുടെ ഹൈലൈറ്റ്. വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് CPM ആദ്യം നിശ്ചയിച്ച ഉത്തരവാദിത്വമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. പ്രചാരണ നായകൻ അന്ന് VS-ന് ടിക്കറ്റ് നിഷേധിക്കാൻ ആദ്യം തീരുമാനിച്ചു. അതിനോടുള്ള പ്രതിഷേധം തെരുവ് യുദ്ധമായപ്പോൾ VS-നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. VS-നെ ഒഴിവാക്കി എന്ന വ്യാഖ്യാനം ഒഴിവാക്കാനാണ് പ്രചാരണ നായകനായി അദ്ദേഹത്തെ ആദ്യം അവതരിപ്പിച്ചതെന്നാണ് അന്ന് നേതാക്കൾ വിശദീകരിച്ചത്. ലാവ്ലിൻ കേസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും മത്സരിക്കേണ്ടതില്ലെന്ന് 2006 തീരുമാനിച്ചത്. അസാധാരണ സാഹചര്യത്തിലൊഴികെ പാർട്ടി സെക്രട്ടറി മത്സരിക്കാറില്ലെന്ന വിശദീകരണമാണ് അന്ന് പിണറായിയുടെ കാര്യത്തിലുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് 2006, 2011, 2016 തുടങ്ങിയ കാലത്ത് CPIM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എങ്ങനെ എന്ന് വാർത്തയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത് 2026 ഒരു സംശയവും വേണ്ട, പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നാണ്. മലയാള മനോരമയ്ക്കും ചിലപ്പോഴൊക്കെ സത്യം വിളിച്ചു പറയേണ്ടി വരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ മലയാള മനോരമയിൽ. എന്ന് വെച്ചാൽ 2026 ജനുവരി 20 ചൊവ്വാഴ്ചയിലെ മലയാള മനോരമ 9ാം പേജിൽ കൊടുത്ത വാർത്ത CPM പ്രചാരണ നായകൻ 2006 തനിയാവർത്തനം എന്ന്. 2006 എന്താണോ സംഭവിച്ചത് അത് തന്നെ 2026 സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥം.